വസന്ത തെങ്ങുംപള്ളി എങ്ങനെ യു പിയിലടക്കം പാസ്റ്റർമാരെ ജയിലിനകത്ത് ഇട്ട സംഭവങ്ങൾ നടന്ന സമയത്ത് കൂടിയാണ് മുൻപ് നമ്മൾ കണ്ടത്. എങ്ങനെയാണ് ഒരു BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും ക്രൈസ്തവ സഭകൾ പലരും പ്രകടമായിട്ടുള്ള ഒരു പിന്തുണയൊക്കെ ആ സമയത്ത് കൊടുത്തതാണ്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ പിന്തുണയല്ല. പല വിഷയങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ വിമർശിക്കുന്നതെന്ന് പറയുക കൂടിയാണ് ശ്രീ PP ജോസഫ്. സ്വാഭാവികമായിട്ടും സംസ്ഥാന BJP ഇതിനകത്തൊരു പ്രതിസന്ധിയിൽപ്പെട്ടിട്ടുണ്ട്. ഇല്ല എന്ന് ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ പറയുകയാണെങ്കിൽ പോലും നേരത്തെ ശ്രീ A കസ്തൂരിയും ഈ വിഷയം വ്യക്തമാക്കിയതാണ്. വരുന്ന ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സഭകളുടെ നിലപാട് ഇതിനകത്ത് മാറുന്നുണ്ടോ, അത് വ്യക്തമാകുന്നുണ്ടോ, അതൊരു തെറ്റുതിരുത്തലാണോ, ഒരു പശ്ചാത്താപമാണോ, അതൊരു തിരിച്ചറിയലാണോ? കോൺഗ്രസ് ഇതിന് എങ്ങനെയാണ് കാണുന്നത്? നോക്കുവോ പറഞ്ഞ അങ്ങ് ഏറ്റവും അവസാനമാണ് ഇതിലേക്ക് വന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യം കസ്തൂരിക്കും ജയേന്ദ്രൻ മാസ്റ്ററിനും ഏറ്റവും അവസാനം സംസാരിച്ച കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധിക്കും ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന് ജയേന്ദ്രൻ മാസ്റ്ററിനാണ്. അതായത് BJP ഇപ്പോൾ ഒരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല, അകത്ത് നിൽക്കാനും പറ്റില്ലാത്ത ഒരവസ്ഥയിൽ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് BJP ഉള്ളത്. കാരണം നമ്മൾ ഈ ഡബിൾ സ്റ്റാൻഡ് സിൻഡ്രോം എന്ന് കേട്ടിട്ടില്ലേ? അതായത് രണ്ട് നിലപാടുകൾ, ഇരട്ട നിലപാടുകൾ. BJP ഒരു ദേശീയ പാർട്ടിയല്ലേ കോൺഗ്രസിനെ പോലെ. BJPക്ക് ഛത്തീസ്ഗഡിൽ ഒരു നിലപാട്, നോർത്ത് ഇന്ത്യയിൽ മറ്റൊരു നിലപാട്, സൗത്ത് ഇന്ത്യയിൽ വേറൊരു നിലപാട്, കേരളത്തിൽ വരുമ്പോ അയ്യോ അത് കേക്കിന്റെ നിലപാട്. നാണമില്ലേ? നാണമാകുന്നില്ലേ? ഈ ചർച്ചയിൽ തന്നെ BJPയുടെ പ്രതിനിധിയായ ജയേന്ദ്രൻ മാസ്റ്റർ പറയട്ടെ. ജയേന്ദ്രൻ മാസ്റ്റർ അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് പരിവാർ സംഘടനകളാകെ ഒരു മനുഷ്യ ശരീരം പോലെ പരസ്പര പൂരകങ്ങളാണ്. അതായത് കൈ അറിയാതെ കാലനങ്ങില്ല, കാലനങ്ങാതെ കണ്ണനങ്ങില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് അതേ കേക്കിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, എന്ത് അപർണ ചോദിച്ച സ്വാമി ഉണ്ടല്ലോ, പരിവാർ സംഘടനകളുടെ ഭാഗമായി നിന്ന് ഇന്ന് ഇവർക്കെതിരെ വിമർശനം ഉന്നയിച്ച അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കണമെന്ന്. അതായത് കൈയായ BJP പറയാണ്, കാലായ പരിവാർ സംഘടന എന്തു പറഞ്ഞു എന്ന് ഞങ്ങൾക്ക് അറിയില്ല, എന്നിട്ട് ഇവർ പറയും ഞങ്ങൾ പരസ്പര പൂരകങ്ങളാണ് എന്ന്. അപ്പൊ എന്താണ് ആ നിലപാടിന്റെ പ്രത്യേകത? രണ്ട്, കസ്തൂരി പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ വലിയ പ്രക്ഷോഭവുമായി വന്നപ്പോൾ അമിത്ഷാ അങ്ങ് ധർമ്മസങ്കടത്തിലായി പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. ശരിയാണ് ശ്രീ കസ്തൂരി, കോൺഗ്രസ് ആണ് ഈ വിഷയം അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും ആദ്യം ടേക്കപ്പ് ചെയ്തത്. ഞങ്ങളാണ് പാർലമെന്റിനുള്ളിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി അടക്കം, ഈ AKCCയുടെ പ്രതിനിധി കൂടി കേട്ടോണം, ഞാനും AKCCയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ആളാണ് കേട്ടോ, അപ്പൊ അങ്ങ് കൂടി കേട്ടോ. അതായത് ശ്രീമതി പ്രിയങ്ക ഗാന്ധി നേരിട്ടാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ വളപ്പിൽ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് രണ്ടാമൻ കേരളത്തിൽ നിന്നുള്ള MP കൂടിയായിട്ടുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹമാണ് പാർലമെന്റിനുള്ളിൽ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഒരുമിച്ചാണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ രാജ്ഭവനിലേക്ക് മിനിഞ്ഞാന്ന് മാർച്ച് നയിക്കുന്നത്. ആ മാർച്ച് നയിക്കുന്നത് അവിടുത്തെ ഞങ്ങളുടെ CLP ലീഡറും അവിടുത്തെ CPCCയുടെ, അതായത് ഛത്തീസ്ഗഡ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും നേരിട്ടാണ്, അതായത് ഇവിടുത്തെ KPCC അധ്യക്ഷൻ പോലെ തന്നെ നേരിട്ടാണ് സമരം നയിക്കുന്നത്. ഞങ്ങളുടെ MP-മാരുടെ സംഘം ജയിലിലെത്തി ഈ കന്യാസ്ത്രീകളെ കാണുമ്പോൾ അവരോടൊപ്പം ഉള്ള രണ്ടുപേരുണ്ട്. കേരളത്തിൽ ഈ ഛത്തീസ്ഗഡിന് വെളിയിൽ നിന്നുള്ളവരുടെ ഒപ്പം രണ്ടുപേരാണ് ഛത്തീസ്ഗഡിൽ നിന്നുണ്ടായിരുന്നത്. ഒന്ന് അവിടുത്തെ ഞങ്ങളുടെ പാർട്ടിയുടെ കക്ഷി നേതാവ്, അതായത് CLP ലീഡർ. രണ്ടാമത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ PCCയുടെ അധ്യക്ഷൻ. അതായത് ഛത്തീസ്ഗഡിലെ പാർട്ടിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട രണ്ട് പേർ ജയിലിലെത്തിയപ്പോഴുമുണ്ട്, സമരരംഗത്തുമുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ പോകണ്ട. അതുകൊണ്ട് കസ്തൂരി, ഞങ്ങൾ വളരെ കൃത്യമായി നിലപാട് ടേക്കപ്പ് ചെയ്യും. കാരണം ഞങ്ങളെ സംബന്ധിച്ച് അഖിലേന്ത്യാ. പക്ഷേ വസന്ത് ഇതൊക്കെ പറയുമ്പോൾ വസന്ത് ഒരു കാര്യമുണ്ട്, BJP ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. നിങ്ങളത് കാണുന്നില്ലേ? സംസ്ഥാന BJP എടുക്കുന്ന നിലപാടിൽ നിന്ന് BJP പിറകോട്ട് പോകുന്നില്ല. സംഘപരിവാർ സംഘടനകൾ പോലും വിമർശനം ഉന്നയിക്കുമ്പോഴും സംസ്ഥാന BJP ആ രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ വസന്ത് തെങ്ങുംപള്ളി, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അല്ല അപർണ, ഞാൻ അംഗീകരിക്കുകയാണ്. BJP അങ്ങനെ സംസ്ഥാന BJP ഘടകം പരിവാർ സംഘടനകളുടെ നിലപാടുകളെ തള്ളി പറഞ്ഞുകൊണ്ട്, അതായത് ഈ സ്വാമിമാരുടെയും പരിവാർ സംഘടനകളെ ആകെയും പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദിയും ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് അവർ ശരിയായ നിലപാടിനൊപ്പം, അതായത് സംസ്ഥാന BJP ഘടകം എടുത്ത നിലപാട് ശരിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ആ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചത് തെറ്റാണ്, അത് നിയമപരമല്ല എന്നും അത് ബജറംഗി ദളിന്റെ ബാഹ്യ ഇടപെടൽ മൂലമാണ്
അങ്ങനെ അവിടുത്തെ ഗവൺമെന്റിന് ഇടപെടേണ്ടി വന്നതെന്നും ഒന്നാമത് ജാമ്യം പരിഗണിക്കുമ്പോൾ പോലീസ് കേസിനെ കൊടുക്കാതെ അത് വൈകിപ്പിച്ചത് അവിടുത്തെ ഗവൺമെന്റ് ആണെന്നും അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ, അതായത് ഈ കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരായ ആൾ നിശബ്ദം പാലിക്കുകയും രണ്ടാമതെത്തുമ്പോൾ ഈ കേസിന്റെ ജുറിസ്ഡിക്ഷൻ ഈ കോടതിക്കല്ല എന്റെ കോടതിക്കാണ് എന്ന് പറഞ്ഞ് വീണ്ടും വൈകിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ശരിയായ നിലപാട്, ആ നിലപാട് സംസ്ഥാന BJP ഘടകം തുടരുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ? നമ്മൾ അവർക്കൊരു കൈ കൊടുക്കണ്ടേ? സാധാരണ അവർ കേക്കുമായി വരുന്നത് പോലെ നാളെ അപർണയും ഞാനും അടങ്ങുന്ന ഇവിടുത്തെ മതേതര സമൂഹം ശ്രീ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് ഒരു കേക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്നുള്ളതാണ് എന്റെ നിലപാട്. അവർ മാറ്റുന്നില്ലെങ്കിൽ നോക്കൂ, ഇന്ന് എന്താണ് ബജറംഗി ദളിന്റെ നേതാവ് ഛത്തീസ്ഗഡിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്? ആ സ്ത്രീ അവർ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരൻ അവിടെ വന്നത് ശരിയായില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനെ തള്ളിക്കളയാൻ രാജീവ് ചന്ദ്രശേഖരന് ധൈര്യം ഉണ്ടാകുമോ? എന്താണ് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്? അവർ പറയുന്നത് ഈ രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ 4-3-7 വോട്ടിന് വേണ്ടി ക്രിസ്ത്യാനികളുടെ അരമനം നിറങ്ങുന്നത് നിർത്തണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ശരിയായ നിലപാടിനൊപ്പം നിൽക്കാൻ രാജീവ് ചന്ദ്രശേഖരനാകുമോ? അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇവരൊരു ചക്രവ്യൂഹത്തിൽ പെട്ടിരിക്കുകയാണ്. ഇടത്തോട്ട് പോയാൽ ക്രിസ്ത്യൻ സംഘടനകൾ, വലത്തോട്ട് പോയാൽ പരിവാർ സംഘടനകൾ, ആർ ഒപ്പം നിൽക്കും എന്നുള്ളതാണ്. അവിടെ ഞങ്ങൾക്ക് BJPയോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ശരിയായ നിലപാടിനൊപ്പം നിൽക്കൂ. രണ്ട് കാര്യമുണ്ട്. ഒന്നെങ്കിൽ BJP സംസ്ഥാന ഘടകം ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെ തള്ളിപ്പറയണം, അവർ ചെയ്തത് ശരിയല്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞു 1 by 1 ആയിട്ടുള്ള ഓരോ കാര്യങ്ങളിലും ഛത്തീസ്ഗഡ് ഗവൺമെന്റിന് തെറ്റുപറ്റി എന്ന് പറയണം. അല്ലെങ്കിൽ സംസ്ഥാന BJP ഘടകം പറയണം, ഈ കന്യാസ്ത്രീകൾ ഈ കന്യാസ്ത്രീകൾ ചെയ്തത് തെറ്റാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നുമല്ലാതെ രണ്ട് വള്ളത്തെ കൂടി കാല് വെച്ചാൽ എന്താ ഉണ്ടാവുക? കാല് രണ്ടും പുളർന്നു പോകും, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നടുവേ കീറി പിളർന്നു പോകും എന്നതിനപ്പുറത്ത് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി പെരുമാറാൻ സംസ്ഥാന BJP തയ്യാറായാൽ മതി. ഓക്കെ,